ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഗോവയിലെത്തിയിട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്, ആരും മതിയാക്കി ഉറങ്ങിയിട്ടില്ല. സനു എഴുന്നേറ്റ് അല്ലേ? സനു എഴുന്നേറ്റ്, ശിവു എഴുന്നേറ്റ്. മോനെ ഗ്യാസ് ഉണ്ട്, അതിൻ്റെ കത്തള്ള. വെള്ളം മാത്രമൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ലൈറ്റർ കാണില്ല. ഞങ്ങൾ ആക്ച്വലി വേറൊരു റൂം ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനും കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ടാണ് അടുത്ത കണ്ടൊരു ലോഡ്ജിൽ കയറി ഞങ്ങൾ റൂം എടുത്തത്. അങ്ങനെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവാണ്. തൊട്ട് താഴെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ന്യൂഡിൽസും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കഴിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്ക് പോയി. നമ്മളിപ്പോൾ ഇതാ റൂമിലെത്തിയുള്ളൂ കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡിനുള്ള പരിപാടികളൊക്കെ നോക്കണം. ഇതാണ് റൂം. അലമാരയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയെങ്കിലും ഇവിടെ എത്തിയപ്പോൾ 2:30 മണിയായിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും TV ഒക്കെ ഉള്ളത് കൊണ്ട് അവരെല്ലാവരും TV ഒക്കെ കണ്ടിരുന്നു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കുറച്ചു നേരം പൂളിലൊക്കെ ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ബീച്ചിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോയത്, വണ്ടി എടുത്തിരുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടായ ഏക പ്രശ്നം, സനു ശിവും അച്ഛൻ്റെ അടുത്ത് മാത്രമേ പോവുള്ളൂ. നടക്കുമ്പോഴൊക്കെ രണ്ടുപേരെയും അച്ഛൻ തന്നെ എടുക്കണമെന്നായിരുന്നു വാശി. അപ്പൊ സനുവിന് പുതിയ ചെരുപ്പ് വാങ്ങി കൊടുക്കാണെന്നുണ്ടെങ്കിൽ അവൾ നടക്കാതെ പറഞ്ഞിട്ടേ അച്ഛനെ കൊണ്ട് അവൾ ചെരുപ്പൊക്കെ വാങ്ങിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ എടുക്കണമെന്ന് തന്നെ വാശിയായി. പക്ഷെ നമ്മൾ വാങ്ങിച്ച ചെരുപ്പ് മിസ്സായിട്ടോ. തിരിച്ചു വന്നപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും ഒരു ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നില്ല, അതങ്ങനെ പോയി. ഇവിടം മുതൽ ഇതാ കാറ്റ് തുടങ്ങി. നല്ല കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ചൂടെടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോണതിന് മുമ്പ് എല്ലാവരും പറയുന്നത് ഗോവയിൽ ഇപ്പോൾ ഭയങ്കര ചൂടാന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് തോന്നിയത് ഇവിടത്തേനേക്കാളും ചൂട് കുറവാണെന്നാണ്. അങ്ങനെ നമ്മൾ ബീച്ച് എത്തി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. വേറെ ഒന്നുമല്ല, ഒരു ഹാഫ് ആൻ അവർക്ക് നടക്കാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അവശതയായി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനാണ് ആദ്യം പോയത്. അവിടെ ചെന്നിട്ട് ഒരു ഷേക്കെങ്കിലും കഴിക്കാണ്ട് തിരിച്ചു പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയതാണ് ഗൈസ്. പക്ഷെ ഒരു ഷേക്കിന്റെ വില കണ്ട് ഞങ്ങൾ ഞെട്ടിയതുകൊണ്ട് ഞങ്ങൾ കഴിക്കാണ്ട് പോന്നു. 250 രൂപയായിരുന്നു ഒരു ഷേക്കിന്റെ വില. അവിടെ നിന്ന് നേരെ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം എന്താ ബീച്ചിന്റെ സൈഡിലൊക്കെ വന്നിരുന്നു. ശിവമോക്ക് പിന്നെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മണലിൽ വാരി കളിക്കാനും നേരമുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഒരു 10 മണി 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി. വന്നതിന് ശേഷം ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ആ പ്ലാനിങ് ഒക്കെ മാറ്റി ഒരു ദിവസം കൂടി നമുക്ക് ഇവിടെ നിൽക്കാന്നാക്കി. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഇത് പിറ്റേ ദിവസം രാത്രിയാണ്. അന്നും ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ ബീച്ചിൽ വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. സാധനം ആ പാട്ട് കേട്ടിട്ടാണ് ഇത് കിടന്ന് തുള്ളുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിന്റെ സൈഡിൽ പോയിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇന്നൊരു ദിവസം കൂടി എന്തിനാണ് വെറുതെ ഇവിടെ നിന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ സെയിം സ്ഥലത്തേക്ക് തന്നെയാണല്ലോ പോയത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ബീച്ച് എന്നൊക്കെ പറയുന്നത് എത്ര കണ്ടാലും മതിയാവാത്തൊരു കാര്യമായതുകൊണ്ട് അവരിതാണ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാ തിരിച്ചിറങ്ങി. അവിടെ നിന്ന് പോരുന്ന വഴിക്ക് ഇതാ പാനിപൂരി കണ്ടു. അപ്പൊ ഞങ്ങൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാന്ന് കരുതി കയറിയതാണ്. അയ്യോ, ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. നല്ല അടിപൊളി പാനിപൂരി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്രയും കാലം കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനിപൂരി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ഇതാന്ന് പറയും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എന്നല്ലാണ്ട് വേറെ രീതിയിലുള്ള പർച്ചേസിംഗ് ഒന്നും അങ്ങനെ നടത്തിയിരുന്നില്ല. അങ്ങനെ ഇവിടുന്ന് പാനിപൂരിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിൽ ചെന്നു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യുവാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെഡും ജാമുമാണ് ഞങ്ങൾ കഴിച്ചത്. 100 രൂപയുടെ ഒരു ബ്രെഡായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നു, സത്യം പറഞ്ഞ 2 ബ്രെഡ് തിന്നാൽ തന്നെ നമ്മുടെ വയറെന്ന് പറയും. അത്രയും വലുതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, ജാം അല്ലെങ്കിൽ ന്യൂഡിൽസ് ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റൂമിൽ നിന്ന് ഇറങ്ങി. ഇതാട്ടോ നമ്മൾ താമസിച്ച റിസോർട്ടിന്റെ പേര് കൊളോണിയ ഡി ബ്രാഗൻസ. സത്യം പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഈ 4 ദിവസം പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാലെണ്ണോ? അച്ഛൻ, അമ്മ, മക്കൾ. ബാക്കപ്പ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഗോവയിൽ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട ഷോപ്പ് ഇതിൻ്റെ ആയിരുന്നു, ടാറ്റു. അവരുടെ കയ്യിൽ കണ്ട് അവർ 3 പേരും പോയി ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. സായിത്തേട്ടൻ എന്നോട് അടിച്ചോളാൻ പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് ചെറിയൊരു പേടി, അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ അവർ 3 പേരും കൂടി തലേന്ന് വൈകുന്നേരം തന്നെ പോയി ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. ശിവു പിന്നെ ആമയായിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് അവർ 2 പേരും കാറിൽ നല്ല എൻജോയ്മെന്റിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ കരുതിയ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് പിന്നെ ഒറ്റപ്പിടുത്തായിരുന്നു നേരെ വീട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ ഇറങ്ങിയത് രാത്രി ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ടയും ചിക്കനും ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കഴിച്ചത്. അവിടെ ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് ഉണ്ടാവുമല്ലോ, ഒരു ചെയർ, അത് ആദ്യം വേണമെന്ന് പറഞ്ഞിട്ട് ശിവു വാശി പിടിച്ചിട്ട് ആൾക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ അവൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു വാശി. തിരിച്ചതാ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. അതെന്താ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ശിവു ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് എന്നിട്ട് പിന്നെ കഴിച്ചത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പാർട്ട് 1 ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണണേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.